നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ദേശീയ മെൻസ് ടീമിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേസമയം ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഒരു റാങ്കിങ്, അതായത് ഫിഫ റാങ്കിങ് 97-ാം സ്ഥാനത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യ പിന്നീട് അത് 133-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിച്ചിട്ടുള്ളത്. അതിനെല്ലാം പുറമെ ISL എന്ന് പറയുന്ന ഇന്ത്യയിലെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് 2014-ലാണ്. ISL ആരംഭിച്ചത് 2014-ലാണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ 2010-ലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനുവേണ്ടിയുള്ള കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് 2010-ലാണ്. 2010 എഴുതിയ കോൺട്രാക്റ്റ് 15 വർഷത്തേക്കായിരുന്നു. അതായത് 2025 ഡിസംബർ 8 വരെ. അതായത് ഇനിയും ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാൻ മാസങ്ങളാണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ISL നീണ്ട 11 സീസണുകളും വളരെയധികം കൃത്യനിഷ്ഠയോടെ തന്നെ FSDL, അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. AFFന് എല്ലാ വർഷവും 50 കോടിയോളം രൂപ നൽകിക്കൊണ്ടായിരുന്നു FSDL തങ്ങളുടെ ISL സീസണൊക്കെ നടത്തി പോയിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതിന് പുറമെ നല്ലൊരു തുക തന്നെ ഈ ഒരു ISLന് വേണ്ടി ഏതാണ്ട് 5000 CR ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു ISLൻ്റേത്. എങ്കിൽ പോലും വലിയൊരു പ്രോഫിറ്റ് മാർജിൻ നേടിയെടുക്കുവാനായിട്ട് FSDLന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ISL ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ നേട്ടമില്ല എന്ന് FSDL മനസ്സിലാക്കുകയും പിന്നീട് ഇതിനൊരു 50 CRന് പകരമായിട്ട് പുതിയൊരു പ്രപ്പോസൽ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രപ്പോസൽ കൂടുതൽ ഓഹരിയും ISL ക്ലബ്ബുകൾക്ക് തന്നെ നൽകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അവിടെ വെറും ഏതാണ്ട് 10-14% മാത്രമേ AIFFന് ഉള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരുന്നു അതിൽ വലിയൊരു തർക്കത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നീട് FSDL മുൻപോട്ട് വെക്കുന്ന പ്രപ്പോസൽ AIFF തള്ളുകയും AIFF മുൻപോട്ട് വെക്കുന്ന, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രപ്പോസൽ ഈ ഒരു FSDL തള്ളുകയും അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലേക്ക് അത് മാറുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഒരു അൺസർട്ടനിറ്റി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടാകുന്നതാണ്. നിലവിൽ ഡിസംബർ 8 വരെ കരാറുണ്ടെങ്കിൽ പോലും ISL ആരംഭിക്കുന്നത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു നവംബർ ഡിസംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ഒരു 3 മാസത്തിലാണ് സാധാരണയായി ISL ആരംഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ISL ഇനി ഉണ്ടായേക്കില്ല. ഒരു പക്ഷേ ഇനി ISL നടന്നാലും താമസിച്ചായിരിക്കും നടക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ക്ലബ്ബുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയും ആ ഒരു പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ട് പല ടീമുകളും അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഡ്യൂറൻ കപ്പ്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഡ്യൂറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുണ്ടായതാണ്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ടീമുകളും ഈ ഒരു ISLൻ്റെ അൺസർട്ടനിറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്യൂറൻ കപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനും വന്നിട്ടുണ്ടായതാണ്. പല ടീമുകളും പിന്നീട് തങ്ങളുടെ ട്രാൻസ്ഫറെല്ലാം ഹോൾഡ് ചെയ്യുകയും തങ്ങളുടെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ സാലറി കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കും അത് നീങ്ങുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പല ടീമുകളും, അതായത് ISLലെ ഏകദേശം 8ഓളം ടീമുകൾ AIFFന് ഒരു കത്തയക്കുകയും തങ്ങൾക്ക് മീറ്റിങ്ങിന്, അതായത് ഈ ഒരു അൺസർട്ടനിറ്റിയെക്കുറിച്ചുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻ വേണമെന്നും അതുമായി ബന്ധപ്പെട്ട് AIFF ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും അതിൽ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ പറഞ്ഞുള്ള ഒരു കാര്യമായിരുന്നു സൂപ്പർ കപ്പ് നടക്കും, അതായത് സൂപ്പർ കപ്പ് ISLന് മുമ്പ് നടക്കുമെന്നും ഇന്ത്യയിലെ ISLO അല്ലെങ്കിൽ ടോപ്പ് ടയർ ലീഗ് നടക്കുമെന്നൊരു സിറ്റുവേഷൻ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ടോപ്പ് 10 ലീഗ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ISL എന്ന് സ്പെസിഫൈ ആയിട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യക്തമാണ് ISL ഒരുപക്ഷെ നടന്നേക്കാം, അല്ലെങ്കിൽ ISLന് പകരമായിട്ടൊരു പാരലൽ ലീഗ് നടന്നേക്കാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ISL നടന്നില്ലെങ്കിൽ ഒരു പാരലൽ ലീഗ് നടക്കും എന്ന സിറ്റുവേഷനിലുള്ള റൂമറുകളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. സോ ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുകയും ഇനി പല ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകൾ അല്ലെങ്കിൽ
എന്താ പറയുക, തങ്ങളുടെ താരങ്ങളുടെ സാലറി കട്ടിലേക്ക് വരെ നീങ്ങിക്കാമെന്നും അപ്ഡേറ്റുകളുണ്ട്. സോ ഈ ഒരു തരത്തിലാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളത്. ISL നടക്കണമെന്ന് തന്നെയാണ് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്ന് ഈ ഒരു തരത്തിൽ